ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങനെ ഒരുമിച്ച് പോകുന്നത് കൊണ്ട് ബിസിനസ് എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ ഒരുമിച്ച് തന്നെ വീട് വെക്കാമെന്ന് തീരുമാനിച്ചതാണ്. ഇവർക്ക് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം ആയിരിക്കത്തില്ല, കാരണം സംഭവം എല്ലാം വീട്ടിലുണ്ട്. എല്ലാം വീട്ടിലുണ്ട്. ഇതൊരു ലിഫ്റ്റാണ്. എങ്ങോട്ട് പോകാനാ? കണ്ടത്തിലേക്ക് പോകണുള്ളത്. കണ്ടത്തിലേക്ക് ലിഫ്റ്റ് വെച്ചിരിക്കുന്ന ഒരു ഫാമിലി. ഇപ്പോൾ വീടിന്റെ ഉള്ളിലുണ്ട് ഒരു ലിഫ്റ്റ്, നമ്മുടെ പറമ്പിലേക്ക് കൊണ്ട് ഒരു ലിഫ്റ്റ് കൊടുത്തേക്കുന്നു. ശരിക്കും 2 വീടുകളാണ് നമ്മൾ ഒന്നിച്ച് ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇത് ഒറ്റ വീടായിട്ട് നിൽക്കുകയാണെങ്കിൽ 2 വീടുകളാണ്. അയ്യോ, തത്തക്കൂട്ടം! അത്രയ്ക്ക് വിശാലമായിട്ടൊരു പാർട്ടി ഏരിയ ആണ് മുകളിൽ റൂഫ് ചെയ്തിരിക്കുന്നത്. കമോൺ എവരിബഡി, സച്ചിൻ, പിഞ്ചു ബിഹൈൻഡ് ദ ക്യാമറ. നമ്മൾ എറണാകുളത്താണ്. എറണാകുളം ആലുവ അങ്കമാലി റോഡിൽ ചാലക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ കാണാം നല്ല ഒരു വയലും നമ്മുടെ തനി നാടൻ പ്രദേശമാണ്. ഈ ആലുവ പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ ടൗൺ ബഹളങ്ങളൊക്കെ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. കൃത്യം പുറകോട്ട് നോക്കുവാണ് ഒരു അടിപൊളി ഒരു കൂറ്റൻ വീടാണ്. ഈ കൂറ്റൻ വീടെന്ന് പറയുമ്പോൾ ഒരാളുടെ മാത്രം വീടല്ല, ഇത് 2 സഹോദരന്മാരുടെ വീടാണ്. ഒരാൾ മുകളിലത്തെ നിലയിലും താമസിക്കുന്നു, ഒരാൾ താഴത്തെ നിലയിലും. പക്ഷേ എന്നാലും ഇത് ഒരു എന്താ പറയുക, 2 നിലകളുള്ള വീടെന്ന് പറയാൻ പറ്റില്ല. രണ്ടും 2 വീടാണ്. അപ്പോൾ 2 ബ്രദേഴ്സിൻ്റെ വീടാണ്. അപ്പോൾ അവരെ നമുക്ക് പരിചയപ്പെടാം. തൗഫീഖ, നമസ്കാരം. സച്ചിൻ, പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീടാണ്, സോറി നമ്മുടെ വീടുകളാണ്. ബ്രദർ ഇല്ല അല്ലേ? ഇല്ല, ബ്രദറോട് പോയി പുറത്ത് പോയതാണ്. ബ്രദറിനെ കൂടെ കിട്ടണമായിരുന്നു. ഇവർ 2 പേരും കൂടെ സംസാരിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്താണ് ഇങ്ങനെ നിങ്ങൾ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ വീട് വയ്ക്കാതെ ഒരു സ്ഥലത്ത് തന്നെ മേലെ താഴെയായിട്ട് വീട് വയ്ക്കാൻ കാരണം? അത് ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങനെ ഒരുമിച്ച് പോകുന്നത് കൊണ്ട് ബിസിനസ് എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ ഒരുമിച്ച് തന്നെ വീട് വെക്കാമെന്ന് തീരുമാനിച്ചതാണ്. ഒരുമിച്ച്, വേറെ സെപ്പറേഷൻ വേണ്ടെന്നുള്ള തീരുമാനിച്ചിരുന്നു. നിങ്ങൾ വൈഫാണ്, സിസ്റ്ററാണ്. നിങ്ങൾ 2 കുടുംബങ്ങളിലായിട്ട് എത്ര പേരാണ് ഇവിടെ താമസം? ഇവിടെ ഞാനുണ്ട്, എൻ്റെ വൈഫ്, 2 കുട്ടികൾ, സിസ്റ്റർ, പിന്നെ ബ്രദറുണ്ട്, ബ്രദറിൻ്റെ വൈഫ്, പിന്നെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഓക്കെ. ഇപ്പം ഞാൻ കണ്ടത് ഒരു ഗുണം എന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ഒരിക്കലും ഒറ്റയ്ക്ക് ആവുന്നില്ല ഇവിടെ. അതെ അല്ലേ? അപ്പം അതായത് അവരെപ്പോഴും എല്ലാ സമയങ്ങളും ആഘോഷങ്ങളിലും മറ്റെല്ലാ ഫംഗ്ഷൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഒന്നിച്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ വേറൊരു കാര്യം കൂടെ, ഈ വീടിൻ്റെ ഏകദേശം സ്ട്രക്ചറും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 കാർ പോർച്ച്, ഒന്ന് മുകളിൽ ഒരു കാർ പോർച്ച്, താഴെ വേറൊരു കാർ പോർച്ച്, അല്ലെങ്കിൽ ഇപ്പം ബാൽക്കണി സ്പേസ് ഒക്കെ ഏകദേശം ഒരുപോലെ, ഡൈനിങ് സ്പേസ് ഒരുപോലെ. എൻട്രൻസ് മാത്രം ചില കാര്യങ്ങളിൽ ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങൾ ഈ വീടിന് കൊടുത്തിട്ടുള്ളൂ. നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ നിൽക്കുന്നുണ്ട് തന്നെ ഈ വീടിന് പ്രത്യേക ഒരു ഫീലാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡിസൈനറെ പരിചയപ്പെടണം. ഡിസൈനറെ പരിചയപ്പെടാൻ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല. മെജോ കുര്യൻ, എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. യെസ്, നമ്മുടെ എറണാകുളം ബേസ്ഡ് തന്നെയാണല്ലേ? വോയേജ് ആർക്കിടെക്ട്സിൻ്റെ ഡിസൈനറാണ് മെജോ കുര്യൻ. അപ്പോൾ നമ്മുടെ കരവിരുതിൽ വിരിഞ്ഞിട്ടുള്ള ഒരു വീടാണത്. സഹോദരങ്ങളുടെ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു വീടാണ്. എന്താ ഭംഗി നോക്കിയേ. നമുക്ക് ശരിക്കൊരു ഈ ബ്ലൂ സ്കൈയും ഈ ഒരു എ ഷേപ്പ് ആ ഓടും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു യൂറോപ്യൻ അല്ലെങ്കിൽ അല്ലേ ഒരു കണ്ടംപററി സ്റ്റൈലിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒപ്പം ആ ചുറ്റുമുള്ള പ്ലാന്റ്സും ആ ഗ്രീനറിയും കൂടെ ചേരുമ്പോൾ അതിന് വേറൊരു എടുപ്പാണ് കൊടുക്കുന്നത് അല്ലേ? പറഞ്ഞോളൂ നമ്മുടെ ഈ വീടിൻ്റെ ഫീച്ചേഴ്സ്. ആക്ച്വലി ഞാൻ ഈ സ്ഥലം വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് 2 തട്ടാണ് ആ സ്ഥലം. അപ്പം ഇവർക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വീടുകളാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ഐഡിയ തീരുമാനിച്ചത്. മീൻസ് മേളിൽ ഒരാളും താഴെ ഒരാളും 2 എൻട്രി കൊടുത്തിട്ട് 2 രീതി ചെയ്യാന്നുള്ളത്. ഇതിൻ്റെ എൻട്രികളെല്ലാം കോമൺ ആയിട്ട് വരുത്തുകയും ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു വീട് പോലെ തോന്നുകയും ചെയ്യണം. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാനും പറ്റുന്നൊരു സാഹചര്യമാണ്. എന്നാൽ പ്രൈവസി വേണം, ഇൻഡിവിജ്വൽ ആയിരിക്കുകയും ചെയ്യണം. എന്നാൽ ഇതിനകത്ത് 2 സൈഡിൽ കൂടെ ഇവർക്ക് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാനും മുകളിലേക്ക് കയറാനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. നോക്കാം, ഇപ്പം ഒരു ഫാമിലിയുടെ പോർച്ച്, ചേട്ടന്റെ പോർച്ച് മുകളിലാണ്, എന്നാൽ അതും ഭൂമിയിലാണെന്ന് വെച്ചാണ്. കാരണം നമ്മൾ നേരെ ഇങ്ങനെ വന്നിട്ട് മേളിൽ കയറാണ്. അപ്പോൾ മെജോ ബ്രോ, ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ 2 വീടുകൾ? ഇത് നമ്മൾ മേളിൽ 5000 സ്ക്വയർ ഫീറ്റ്, താഴെ 5000 സ്ക്വയർ ഫീറ്റ്, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 10,000 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ വളരെ മികച്ച ഒരു ലാൻഡ്സ്കേപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഇവർക്ക് 2 ഫാമിലി ആയത്, 2 ഫാമിലി അല്ല, ഇനിയിപ്പോൾ ഒരു 8-10 ഫാമിലി വന്നാലും ഒരു കുഴപ്പമില്ല. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. അവിടെ തന്നെ നമുക്ക് പൂള് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഊഞ്ഞാല്, പൂന്തോട്ടം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതും കൃത്യം നമുക്ക് ഈ പുറത്തെ ഈ മുന്നിൽ കാണുന്ന വ്യൂ ഇല്ലേ, വയല് അല്ലേ, പലവിധ കൃഷി രീതിക്കുള്ള ഒരു വയലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. നല്ല കാറ്റ്, വെളിച്ചം, ഇതൊക്കെ ഈ ഏരിയയുടെ ഒരു വളരെ വലിയൊരു പോസിറ്റിവിറ്റിയാണ്.
കുട്ടികൾ എന്നാൽ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ഇങ്ങനത്തെ ചെടി വെച്ചിട്ട് ഇതിന് ഹാൻഡ് റെയിൽ കണ്ടോ, ചെറിയ തിൻ റാഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ വിഷ്വലെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഒരു ഈ പച്ചപ്പിന്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്. കപ്പ കിട്ടിയില്ല കാണാലോ അല്ലേ. കപ്പ കാണാം. നടന്നു വരുന്നതോറും വീടിന്റെ ഈ സൈഡിലാണ് നമുക്കൊരു പൂളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പൂള് തന്നെയാണ്. വലിയ പൂള് തന്നെയാണ്. 15 മീറ്റർ ബൈ 5 മീറ്റർ വിഡ്ത്താണ് വരുന്നത്. അതെ, ഒരു റിസോർട്ടിലൊക്കെ പോയ ആംബിയൻസ്. ഇവർക്ക് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം ആയിരിക്കത്തില്ല, കാരണം സംഭവം എല്ലാം വീട്ടിലുണ്ട്. അതെ, എല്ലാം വീട്ടിലുണ്ട്. കുട്ടികളെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അപ്സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് താഴെ ഗ്ലാസ് വെർട്ടിക്കൽ ഹാൻഡ് റെയിൽ വെച്ചിട്ട്, കാരണം പുറത്ത് മഴ നനഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എന്നാലും ഈ വിഷൻ SS ആകുമ്പോഴത്തേനും വിഷൻ അത്ര വലിയ ക്ലോസ് ആകാതെ കിട്ടുമല്ലോ. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്. അപ്പം ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് വീടിന് 2 ബാൽക്കണി, മുകളിലുള്ള ഫാമിലിക്കും താഴത്തെ ഫാമിലിക്കും വരാന്തയായിട്ടും ബാൽക്കണി ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു വെറൈറ്റി കാണിച്ചത്, ഇത് ഞാൻ ഒരു വീട്ടിലും ഇതുവരെ വീഡിയോ ചെയ്തപ്പോൾ കണ്ടിട്ടില്ല. ഇതൊരു ലിഫ്റ്റാണ്. എങ്ങോട്ട് പോകാനാ? കണ്ടത്തിലേക്ക് പോകണുള്ളത്. കണ്ടത്തിലേക്ക് ലിഫ്റ്റ് വെച്ചിരിക്കുന്ന ഒരു ഫാമിലി. ഇതെന്താണ് ഇതിന്റെ പർപ്പസ് ബ്രോ? ഇതിന് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഇവിടുന്ന് നമുക്ക് വണ്ടി ഇവിടം വരെയാണ്. ഇവിടാണ് ഡെഡ് എൻഡ് ആണ് ഇവിടെ. അപ്പോൾ താഴേക്ക് പാടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. സാധനങ്ങളൊക്കെ ചാക്കായിട്ടുള്ളതൊക്കെ വളമായിട്ടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അവിടെ നിന്നുള്ളത് മുകളിലേക്ക് കയറ്റണമെങ്കിലും ഇത് സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നേരെ താഴേക്ക് അത് തൗഫീഖിന്റെ വാപ്പയുടെ ഒരു താല്പര്യവും ഐഡിയയാണ് സംഭവം ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ വീടിന്റെ ഉള്ളിലുണ്ട് ഒരു ലിഫ്റ്റ്, നമ്മുടെ പറമ്പിലേക്ക് കൊണ്ട് ഒരു ലിഫ്റ്റ് കൊടുത്തേക്കുന്നു. അപ്പോൾ അത്യാവശ്യം വളച്ചാക്കുകൾ, കാര്യങ്ങൾ, വിത്തുകൾ, വിളവെടുപ്പ് സമയത്തൊക്കെ ആവശ്യം വരുന്ന ഒരു ലിഫ്റ്റാണ്. കാരണം വേറെ വഴികളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതിന്റെ ഹൈറ്റ് കണ്ടോ, ഇത്രയും 3.5-4 മീറ്റർ അടുത്ത് ഹൈറ്റ് ഉണ്ട്. കൊള്ളാട്ടോ. നമ്മൾ അവിടെ നോക്കി പറയില്ല ഇത്രയും താഴെയാണ് ലിഫ്റ്റ് വെക്കേണ്ടത് അറിയില്ല. പറമ്പിലേക്ക് വരെ ലിഫ്റ്റ് വേണം, എന്തൊരു ആഡംബരമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് ഇല്ലാണ്ട് പറ്റില്ല. അതാണ് ഇത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് 2 വഴികളുണ്ട്, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും. ഇത് കാരണം എന്തെങ്കിലും ഒരു ആവശ്യമാണ്, കിച്ചൺ ഒരേ സ്ഥലത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ നിന്ന് താഴേക്ക് വരാനും താഴെ നിന്ന് മേളിലേക്ക് പെട്ടെന്ന് മുകളിൽ അപ്രതീക്ഷിതമായിട്ട് വിരുന്നുകാർ വന്നു ആ കുടുംബത്തിൽ. അപ്പൊ അവിടെ ഒന്നുമില്ല. അപ്പൊ താഴെ ഉണ്ടെങ്കിൽ ബാക്കിലെ കൂടെ ഉള്ള കൈമാറ്റം ഇവിടെ സാധ്യമാണ്. ഇത് മേളിൽ വരെ ഉണ്ട് കേട്ടോ, ടോപ്പ് വരെ പോയിട്ടുണ്ട്. ടെറസ് ഏരിയ വരെ നമ്മൾ ഇതേ തന്നെ ഒറ്റ സ്ട്രെച്ച് ഇട്ടിരിക്കുകയാണ്. തലചുറ്റി പോകും. പിന്നെ നമുക്ക് ഒരു ഗ്രീൻ വാൾ ബാംബു വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ് ഒരു ഏരിയ മുഴുവൻ. അപ്പോൾ ഒരു പ്രൈവസിയും കിട്ടും. പിന്നെ നമുക്കൊരു കാറ്റിന്റെ ഒരു കുളിർമ. ഇവിടെ സൗണ്ട് കേൾക്കുന്നില്ല. ആ കാറ്റ് കേൾക്കുമ്പോഴത്തേന് ആ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ഇവിടെ ചെറിയ ലാൻഡ്സ്കേപ്പ്, കാരണം അത് വെച്ചിരിക്കുന്നത് വെച്ചാൽ അതിലൊരു ചെറിയൊരു റോഡുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ അങ്ങനെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഏരിയ ആണ്. ഇതിപ്പോൾ ഇവരുടെ ഒരു പ്രൈവറ്റ് കോർട്ട്യാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മെജോ ബ്രോ, ചേട്ടന്റെ വീട്ടിൽ നിന്ന് തുടങ്ങണോ അനിയന്റെ വീട്ടിൽ നിന്ന് തുടങ്ങണോ? നമുക്ക് അനിയന്റെ വീട്ടിൽ നിന്ന് തുടങ്ങാം. താഴെ നിന്ന് തന്നെ തുടങ്ങി മേളിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ ഒരു കനോപ്പി ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിൽ വെള്ളം അടിക്കാതിരിക്കാൻ വേണ്ടി. കാരണം പാടായതുകൊണ്ട് കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അപ്പം അത് ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഒരു കാൻലിവർ ആയിട്ടുള്ള ഒരു കനോപ്പി സെറ്റ് ചെയ്തു. പിന്നെ ഇത് അകത്തുനിന്നൊരു കോർട്ട്യാർഡ് ഉണ്ട്. ആ കോർട്ട്യാർഡിന് ത്രൂ ഔട്ട് നമ്മൾ 2 ഫ്ലോറിന്റെ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ട്യൂബ് വെച്ചിട്ട്, വെർട്ടിക്കൽ ട്യൂബ് വെച്ചിട്ടാണ് ഒരു പട്ട പോലെ ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ലൈറ്റും പ്രൊട്ടക്ഷൻ ഉണ്ട്. സെക്യൂരിറ്റിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിയിരിക്കുന്നത്. അപ്പം സെക്യൂരിറ്റി വന്നു കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാടായതുകൊണ്ട് ഫ്ലൈ ഒക്കെ ഇതിനകത്തേക്ക് വരും. ഒരു മെഷ് പോലെ. മെഷ് അല്ല, ഇത് ആക്ച്വലി റോളിംഗ് ഷട്ടറാണ് അകത്ത്. ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. മേളിലേക്ക് പൊക്കാനും ആവശ്യമുള്ളത് പൊക്കാനും താത്താനും കഴിയുന്ന രീതിയിലാണ് ഈ റോളിംഗ് ഷട്ടർ ചെയ്തിരിക്കുന്നത്. എന്നാൽ എയർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, വെളിച്ചത്തിനും കുഴപ്പമില്ല. ഇപ്പോൾ കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെ വെൽക്കം ചെയ്യുന്ന എന്താണ്, ഒരു കൺസോൾ ടേബിൾ ആണല്ലേ. അതെ, ടേബിള് ഒരു പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പുറമേ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 2 വീടുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് താഴെ അനിയൻ്റെ വീടാണ്. അനിയൻ്റെ വീട്ടിൽ പിന്നെ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 2 വീട്ടുകാരും കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതാ ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ്. അപ്പോൾ അവിടുന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ഓപ്പണിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡിലേക്ക് ഇതിന് 2 സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പണിംഗ്, 2 സൈഡിൽ ജനലാണ്, സെന്ററിൽ നടുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു കൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. എയർ നന്നായി സർക്കുലേറ്റ് ചെയ്യണം. ഇത് നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. കൂടാതെ ഒരു കോമൺ സ്റ്റെയർ കേസ് താഴെ തൊട്ട് മേളിൽ വരെ ടെറസ് വരെ ഉണ്ട് നമുക്കിവിടെ. അപ്പുറത്ത് നമ്മൾ സ്പൈറൽ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെയർ കേസ്. ഇതാണ് പിന്നെ കണക്ട് ചെയ്യുന്ന മറ്റൊരു ഏരിയ അല്ലേ.
കൂടാതെ ഇത് ഈ കോമൺ ഏരിയയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഡൈനിങ്ങിലേക്ക് കയറാം. ഇവിടെ ഒരു ഫോർമൽ ലിവിംഗിലേക്കുമുള്ള എൻട്രൻസും ഒരേ സ്ഥലത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫോർമൽ ലിവിംഗ് കൂടെ കയറി പോകാം. അപ്പൊ ഒന്നാമത്തെ വീടിന്റെ കോമൺ ഏരിയകൾ നമ്മൾ കണ്ടു, മേലത്തെ വീട്ടുകാരും ഉപയോഗിക്കുന്നത്. അതെ. ഇനിയിപ്പോ അവരുടെ നമ്മുടെ ലിവിംഗ് സ്പേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഫോർമൽ ലിവിംഗ്. ഇത് ഫോർമൽ ലിവിംഗ് ആണ്. നമുക്ക് ആ കോമൺ ഏരിയയിൽ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർമൽ ലിവിംഗ് ആണ്. പക്ഷേ ഇതുണ്ട്, ഇവിടെ നമ്മളൊരു വലിയ ഒരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഓപ്പൺ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പുറത്തിരിക്കുന്ന എല്ലാ പുറത്തുനിന്ന് കാണുന്ന എല്ലാ ഫീലിംഗും ഇവിടെ കിട്ടുന്ന രീതിയിലാണ്. പുറത്തെ എല്ലാ ഗ്ലാമറും ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന ഒരു. തീർച്ചയായും. പിന്നെ ഇവിടുന്ന് ഇവിടെ ഒരു എൻട്രി ഉണ്ട്. അത് നമ്മുടെ ഫാമിലി ലിവിംഗിലേക്കാണ് കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഫാമിലി ലിവിംഗ്. വലിയ സ്പേസ് ആണ്. വലിയൊരു സ്പേസ് സോഫയാണ്. കുറെ സിറ്റിംഗ് സ്പേസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത് TV യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ആ ലെഫ്റ്റിലേക്ക് പാടത്തേക്ക് നമ്മൾ ഇത് തുറക്കാൻ പറ്റുന്ന ഒരു ജാലകം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ ജനലാണ്, നടുക്ക് ഓപ്പൺ ചെയ്യുക. കാരണം വെച്ചാൽ നൈറ്റ് ഈ പറഞ്ഞ പോലെ ഫ്ലൈ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നൈറ്റ് നമുക്ക് മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ട് രണ്ട് സൈഡിലെ ജനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എയർ സർക്കുലേറ്റ്, രാത്രിയും സർക്കുലേറ്റ് എല്ലാം ഓക്കെയാണ്. അതെ. ശരിക്കും ഇത് മൊത്തത്തിൽ തുറന്നിട്ടുണ്ടെങ്കിൽ വീട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് അല്ലേ? സ്കൂള് മുതൽ വരെ, അല്ല വയല് മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, തീർച്ചയായും. ഇവിടെ നമ്മളൊരു TV കൺസോൾ യൂണിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെയാണ് ഇവിടെയാണ് നമ്മുടെ ആ കോമൺ ഏരിയ കണ്ട എൻട്രൻസ്. ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. വലിയ വിശാലമൊരു വലിയ സ്പേസ് ആണിത്. മേളിലുള്ളവരും താഴോട്ട് വന്നാൽ എല്ലാവർക്കും കൂടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വേറെ കുറച്ച് ആൾക്കാരോട് വന്നാലിരിക്കാം. ഓക്കെ. ഇതെല്ലാം ജനലുകൾ തന്നെയാണല്ലേ? ഇത് അവിടെ പറഞ്ഞതുപോലെ രണ്ട് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. സെന്ററിൽ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഈ വീടിനുള്ളിൽ നല്ലൊരു കാഴ്ചയെ സമ്മാനിക്കുന്നുണ്ട്. തീർച്ചയായും. ഈ ഡൈനിങ് സ്പേസിന്റെ വിസ്താരം എത്രയുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന്റെ കോർണറിലായിട്ട് ഒരു ശരിക്കും റേഡിയോ മെഷൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമുള്ളൊരു ടേബിൾ ഉണ്ട്. ഇത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെ കോമൺ ഏരിയയിൽ തരുന്ന ഒരു സ്ഥലമാണ്. ആ കാഴ്ചയെ ഒരു ഭംഗിയാക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ നമ്മൾ ഒരു കുറച്ച് പോർഷൻ ഇവിടെ മേളിലും താഴെയായിട്ട് വുഡും ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്നാണ് നമ്മൾ എല്ലാ ബെഡ്റൂമുകളിലേക്കുള്ള ആക്സസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും താഴത്തെ നിലയിൽ എത്ര ബെഡ്റൂമുകളാണുള്ളത്? 4 ബെഡ്റൂമുകളാണ്. 4 ബെഡ്റൂം. അതെ, സംശയം വന്നു 2 വീട് ചെയ്തോണ്ട്. ഇവിടെ 2 വാഷ് ബേസിൻ ഉണ്ട്. ഒന്ന് കുട്ടികളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കഴുകാൻ കഴിയുന്ന രീതിയിൽ വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. തീർച്ചയായും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. വാഷ്റൂമിനോട് ചേർന്ന് പ്രയർ ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ഇലക്ട്രിക്കൽ ഡീറ്റെയിൽ എല്ലാം ഇതിന്റെ പുറകിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കാണുമ്പോൾ ആ വൃത്തികേടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇൻവെർട്ടറിന്റെ ഇതുപോലെ തന്നെയാണോ മേളിലും രണ്ടും ഒരുപോലെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 2 രീതിയിലാണെന്ന് മാത്രം. ഇവിടെ കെയിൻ വെച്ചിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ചൂട് ഹോട്ടൊക്കെ പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ കെയിൻ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടർ സാധനങ്ങളെല്ലാം ക്ലോസ് ചെയ്തിടാൻ പറ്റില്ല, ചൂടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും 2 വീടുകളാണ് നമ്മൾ ഒന്നിച്ച് ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇത് ഒറ്റ വീടായിട്ട് നിൽക്കുകയാണെങ്കിൽ 2 വീടുകളാണ്. 2 വീട്ടിലും കൂടി 8 ബെഡ്റൂമുകളുണ്ട്. അപ്പൊ എല്ലാ ബെഡ്റൂമും നമുക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഓടി പറ്റുന്ന ബെഡ്റൂമുകളിൽ കയറിയിട്ട് പോവാം. ഫസ്റ്റ് ബെഡ്റൂം ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആണ്. ഇത് ഗസ്റ്റ് ബെഡ്റൂം ആണ്. ഇത് ചെറിയൊരു ബെഡ്റൂമാണ്. 2 ജനലും ഇവിടെ ഒരു കൺസോൾ യൂണിറ്റും അവിടെ ഒരു ബാത്റൂം, അതിന്റെ ഡ്രസ്സിംഗ് സ്പേസും മിറർ കൊടുത്തിരിക്കുന്നു. അവിടെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് സ്പേസും മിററും കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ അമ്യൂണിറ്റീസും ഉള്ള ഒരു ബെഡ്റൂം, ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണ്. നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതും അപ്പുറത്തെ പോലെ ഒരു ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഒരു നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളും സൈഡ് ടേബിള്, വാർഡ്രോബ്, റൈറ്റിംഗ് ടേബിള്. ഇവിടെ തന്നെ നമുക്ക് വാഷ്റൂം ഉണ്ട്, നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, കബോർഡ്സ് നിറയെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് മാക്സിമം ഉണ്ടല്ലേ, 2-3 സ്ഥലത്തൊക്കെ ആയിട്ട് സ്റ്റോറേജ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിള് ഉണ്ട്. അവിടെ ഒരു വലിയ മിററോട് കൂടിയ ഒരു ഡ്രസ്സിംഗ് ടേബിൾ. അപ്പൊ ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലോട്ട് നമ്മൾ കയറാണ്. ഇത് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം ആണോ? ഇത് അല്ല, ഗസ്റ്റ്. ഗസ്റ്റ് ആണ്. ഇതും ഒരു നമ്മൾ മുമ്പ് കണ്ടിരുന്ന ബെഡ്റൂമിനോട് സെയിം ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടുന്ന് ഒരു നല്ല കാഴ്ചയുണ്ട്. പുറകിലെ ആ ബാംബൂസിലോട്ടൊക്കെ നല്ല. തീർച്ചയായും ഇവിടുന്ന് പുറത്തേക്ക് കാണാൻ കഴിയും. നമുക്കിത് കറക്റ്റ് വെന്റിലേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാൻ മോസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേറെ ഇൻസെക്ട്സിനെ പേടിക്കാൻ വേണ്ട. ഈ പറഞ്ഞാല് ഇവിടെ നല്ല രീതിയിൽ തന്നെ എല്ലാ ബെഡ്റൂമിലെയും പോലെ തന്നെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിയ മിററൊക്കെ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ഇൻബിൽഡ് ടേബിൾസ് ഉണ്ട്. അതുപോലെ വാഷ്റൂം.
ഇവിടെ കോമൺ ഏരിയയിൽ തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറെ ഇടങ്ങളിൽ നിന്ന് ഒഴിവായി, പക്ഷെ ഇവിടെ നല്ല പ്രൗഢിയോടെ തന്നെ ക്രോക്കറി ഷെൽഫ് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ അത് ചെയ്തത്, സെറ്റ് ചെയ്തത്. അതെ. ഈ ഡൈനിങ് ടേബിളിന്റെ അപ്പർ സൈഡിലുള്ള ആ വലിയ ബെഞ്ച് കണ്ടോ? അതെ, നല്ല ഒറ്റത്തടി വല്ലതാണോ ഇത്? ഒറ്റത്തടിയാണ്, ഒറ്റത്തടി. ഇതിന്റെ മുകളിൽ AC യൂണിറ്റ് ഒരു സ്പെഷ്യലായിട്ട് ഈ യൂണിറ്റ് ഇത് കാരണം ഇതിന്റെ ഹൈറ്റിന് ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കുമ്പോഴത്തേനും ഈ യൂണിറ്റ് താന്നിരിക്കുകയും അതിന്റെ സൈഡുകളിലേക്ക് നമുക്ക് ചെരിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ഒരു സ്ട്രക്ചർ അങ്ങനെ വരുമ്പോഴത്തേനും ആ ഹൈറ്റിന്റെ പ്രശ്നം അവിടെ ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തത്. നമ്മളിപ്പോ ഡബിൾ ഹൈറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല മുകളിലുള്ളത് കൊണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇവിടെ പരിഹരിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഹൈറ്റ് നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. നമ്മൾ ഇത് ഓപ്പൺ കിച്ചൺ ആണ്. ഡൈനിങ്ങിനോട് ബന്ധപ്പെട്ട് തന്നെ ചേർന്നാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ കിച്ചൺ കുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പുറത്തേക്കുള്ള വ്യൂവും ഇതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അല്ല മെയിൻ കുക്കിംഗ് വരുന്നത്. മെയിൻ കുക്കിംഗ് അല്ല, അടുത്തൊരു കിച്ചൺ ഉണ്ട് നമുക്ക്, അതിലേക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കാണ് ക്യാമറയുടെ എല്ലാ പോയിന്റുകളും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം കിച്ചണോട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ശരിക്കും സ്ത്രീകളൊക്കെ എപ്പോഴും ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാകുക. അപ്പോൾ അവർക്ക് എപ്പോഴും പരിസരത്തെ കുറിച്ചൊരു ബോധം ഉണ്ടാവും. അതെ, തീർച്ചയായും. ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ. നിറയെ കബോർഡ്സ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞായിരുന്നു, അപ്പോൾ അതനുസരിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. മറ്റേ കിച്ചൺ പോലെ തന്നെ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ രണ്ടാമത്തെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അതെ, ഇത് സ്റ്റോറാണ്. സ്റ്റോറ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പുറത്തും ഇതുപോലെ തന്നെ വാഷ് ചെയ്യാനൊക്കെ ഉള്ള ഏരിയകൾ പുറത്തേക്ക് നമുക്ക് ഈ നമ്മൾ മീനൊക്കെ വെട്ടുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുറത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ആ സ്മെല്ലും കാര്യങ്ങളൊന്നും അകത്ത് വരാതിരിക്കുന്ന രീതിയിൽ നമ്മൾ ടൈലൊക്കെ വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതേ ഫെസിലിറ്റി തന്നെ മേളിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. അവര് ബാൽക്കണിയിലാന്നേ ഉള്ളൂ. അതെ, ബാൽക്കണി. അപ്പൊ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം തീരുമാനമായിട്ടുണ്ടല്ലേ? കിച്ചണിൽ നിന്ന് ഇറങ്ങി ഇതുവഴി നമുക്ക് നേരെ മേളിലേക്ക് ചെല്ലാൻ പറ്റും. ഏത് വഴിയും മേളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ലിഫ്റ്റ് വഴി മേളിലേക്ക് പോവാം. ലിഫ്റ്റിലേക്ക് കിടക്കും. അപ്പൊ നമ്മൾ ലിഫ്റ്റില് രണ്ടാമത്തെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഈ നടുക്കത്തെ കോട്ടയാട് അല്ലേ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും കോമൺ സ്പേസ്, ഈ രണ്ട് വീടും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു ഇവിടെ വന്ന് നിന്നാ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താന്നുള്ളത്, ഈ വീടിന്റെ എൻട്രൻസ് ഇവിടെ അല്ലല്ലോ. ഈ വീടിന്റെ എൻട്രൻസ് നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വീടിന്റെ കാർപോർച്ച് ഏരിയ. ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. ശരിക്കും ഇത് ബ്രിഡ്ജിലാണ്. ഇത് ശരിക്കും മുകളിലെ നിലയിലാന്ന് തോന്നൂല, ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് വീട്ടുകാർക്ക് സന്തോഷം, ഞങ്ങൾ നിലത്ത് തന്നെയാണ്. പക്ഷെ ആ രീതിയിലല്ല രണ്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള കാർപോർച്ച് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുകളിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഇത് ട്രസ് റൂഫാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സീൽ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ACP ഷീറ്റ് വെച്ചിട്ടാണ് സീൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലോട്ട് കയറാം അല്ലേ? തീർച്ചയായും. ഇതാണ് ഇതിന്റെ ഒരു ഫോയർ സ്പേസ് എന്ന് പറയാം. കാരണം വെച്ചാൽ ഇത് ഒരു ഫോർമൽ ലിവിംഗ് ആണ്. ഇത് ലിവിംഗ് റൂം ആണ്. ഞാൻ വിചാരിച്ചു എന്തോ ഒരു സ്പെഷ്യൽ ഫ്ലോട്ടഡ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു ഗ്ലാസ് റൂം ആണെന്ന്. ഇത് നമുക്ക് ഇപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസ് പോലെ, വീടുമായിട്ട് ബന്ധമില്ലാതെ നമുക്കിവിടെ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. രണ്ട് വീട്ടിലും ഇതുപോലെ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. പ്രൈവറ്റ് പബ്ലിക് സ്പേസ്. ഫോർമൽ ലിവിംഗ് ആണ്, പക്ഷെ ഭയങ്കര പ്രൈവസിയിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കിടക്കുന്നത് ഒരു കോമൺ സ്പേസിലേക്കാണ്. കോമൺ സ്പേസ്. ഈ വീടിന്റെ എല്ലാ കാഴ്ചകളും ഈ ഒരു സ്ഥലത്ത് വന്നാൽ കാണാൻ പറ്റും. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഇവിടെയും മുകളിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിങ്ങിൽ തേക്കൂട് വന്നിട്ട് ഫ്ലോറിങ്ങും മുകളില് റൂഫിങ്ങും. ഇവിടെ ഒരു സ്പെഷ്യൽ ഏരിയ ആയിട്ടുണ്ടല്ലോ. നമ്മൾ കണ്ട മറ്റേ യൂണിറ്റ് സെയിം യൂണിറ്റ് തന്നെ മേളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ടീക്കിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിനു വേണ്ടി ജനലിനും വാതിലിനൊക്കെ എടുത്തിരിക്കുന്ന തടികളിൽ നിന്ന് മിച്ചം വരുന്ന പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഏകദേശം രണ്ട് വീടും ഒരേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ, എൻട്രൻസ് വൈസ് വരുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാണ് ഈ വീട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച കുറെ കാര്യങ്ങൾ? നമ്മൾ ആക്ച്വലി ഇവരുടെ റിക്വയർമെന്റ് പറഞ്ഞുവെങ്കിൽ ഞാനത് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വയർമെന്റ് ബേസിക്കലി മീറ്റ് ചെയ്യുമെങ്കിലും നമുക്ക് ഈ പാടത്തിന്റെ ഭംഗി
വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ബെഡ്റൂമുകളെല്ലാം ഇങ്ങനെ ഈ സൈഡുകളിലേക്കാക്കി. അവിടെ ഒരു വഴിയിൽ നിന്ന് ചെറിയ സ്പേസ് ഗ്യാപ്പ് ഇട്ടിട്ട് എയർ സർക്കുലേറ്റ് ചെയ്യണം, വെളിച്ചം കടന്നു വരണം. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈ സൈഡുകളിലേക്ക് മുഴുവൻ ബെഡ്റൂമുകളും അങ്ങനത്തെ അടഞ്ഞു പോകുന്നതെല്ലാം കൊണ്ടുവന്നിട്ട് തുറന്നിരിക്കുന്നതെല്ലാം അങ്ങോട്ടേക്കാക്കി. ലിവിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഫാമിലി ലിവിംഗ് ഒക്കെ വരുന്നത്. അവിടുന്ന് ഭയങ്കര എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ഫാമിലി എന്റർടൈൻ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അത് എപ്പോഴും ഒരു കാറ്റും വെളിച്ചവും ഒക്കെ ആയിട്ട് നമുക്കൊരു പോസിറ്റീവ് ആയിരിക്കും. ആ ഒരു വൈബ് ഉണ്ടാവണം എപ്പോഴും. നമുക്ക് ഇരിക്കാൻ തോന്നണം. ചില വീടുകളിൽ ചെന്നിട്ടുണ്ട് നമുക്ക് എങ്ങും ഇരിക്കാൻ പറ്റത്തില്ല, സിറ്റ് ഔട്ട് ആയിരിക്കും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. ചെറിയ സ്ട്രക്ചറൽ ഡിഫറൻസ് ഒഴികെ ബാക്കിയെല്ലാം ഐഡന്റിക്കൽ ആയിട്ടാണ് ശരിക്കും രണ്ട് വീടുകളും ചെയ്തിരിക്കുന്നത്. കിച്ചണിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകം മനസ്സിലാവും. ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷ് അവിടെ താഴെ നിന്ന് മാറിയിട്ട് ഇവിടെയാണ് വാഷ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യൂരിയോസും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഇവിടെ ഒരു വേറൊരു യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ കിച്ചൺ ഉണ്ട്. അതിനിപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബാൽക്കണി സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമ്മുടെ പൂളിന്റെ ഒക്കെ വ്യൂ, ഇവിടെ നിന്ന് എന്താ കാണാൻ പറ്റാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ നമുക്ക് പാടത്ത് നിറയെ തത്തകൾ. ഓ, ഇവിടെ ഒരു ഒന്നൊന്നര കാഴ്ച കേട്ടോ, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതി. അയ്യോ, തത്തക്കൂട്ടം. ശരിക്കും ചേട്ടൻ്റെ അനിയന്റെ വീട് കഴിഞ്ഞു. പിന്നെന്താ നമ്മള് മേളിലോട്ട് മേളിൽ ഇനി സ്പെഷ്യൽ ആയിട്ടൊരു സ്പേസ് ഉണ്ട്. ഇത് ശരിക്കും സെർവൻസിന്റെ റൂം, ഒരു ടോയ്ലറ്റ്, കാര്യങ്ങൾ അറേഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ. ഇവിടെ മറ്റൊരു അതിശയം നമ്മളെ കാത്തിരിപ്പുണ്ട്. ശരിക്കും അനിയത്തിയുടെ കല്യാണ ഫംഗ്ഷൻ വരുവാന്നുള്ളു പറഞ്ഞേ. അത് ഇവിടെ തന്നെ നടത്താനാണ് പ്ലാന്. വേണമെങ്കിൽ അത്രയ്ക്ക് വിശാലമായിട്ടൊരു പാർട്ടി ഏരിയ ആണ് മുകളിൽ റൂഫ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡ്രസ് ചെയ്തിട്ട് വലിയ റൂഫായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതൊരു നാച്ചുറൽ ഓടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ആണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഓടാണിത്. നോർമലുള്ള ഓടിന്റെ അടുത്തോളം ചൂട് അങ്ങനെയുള്ള കാര്യങ്ങൾ കടത്തിവിടത്തില്ല. ആ രീതിയിലുള്ള ഓടാണിത്. അപ്പൊ അതുകൊണ്ട് ചൂടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഉണ്ട്. കാരണം മറ്റൊരു കാര്യമുണ്ട്, ഇത് ക്ലോസ്ഡ് ആണ്. തുറന്നിട്ട് കഴിഞ്ഞാൽ ഇത്ര വരില്ല, പക്ഷെ സാധാരണ ഓടിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഈ വീടിന്റെ അതേ വിസ്താരത്തില് ഏരിയ എടുത്തിരിക്കുകയാണ്. പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ ഗ്ലാസ് കൊടുത്ത് മാക്സിമം ലൈറ്റ്. അതെ, നമ്മൾ ആ കോർട്ട്യാർഡിന്റെ മേലുള്ള പോർഷനാണ്. അപ്പൊ അവിടെ നിന്നുള്ള മാക്സിമം ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവിടെ ആ ഗ്ലാസുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള വിൻഡോയും ചെയ്തിട്ടുണ്ട്. അത് ഡിസൈനറുടെ ഐഡിയ ആണോ അതോ വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ട്? അതെ, വീട്ടുകാർക്ക് ആവശ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു സ്ഥലത്ത് പോലും മഴവെള്ളം വീഴാൻ പാടില്ല, ഫുൾ ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പം കവേർഡ് ആയിരിക്കും, വെള്ളം പുറത്തു പോകണം എന്നൊരു കൺസെപ്റ്റ് അവർ പറഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ പല ഷേപ്പുകളിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷേപ്പുകൾക്ക് എവിടെയെങ്കിലും ലീക്കിനൊക്കെ സാധ്യതകളുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരുപോലെ വെള്ളം ഒഴുകി പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അറേഞ്ച്മെന്റ് ചെയ്തത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത്. അപ്പം എന്താ ഈ വീടിന്റെ എല്ലാം ഒരു ടോട്ടൽ വ്യൂ കിട്ടുന്ന ഒരു ഏരിയ, ഇതും പിന്നെ മുകളിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും. എല്ലാ സൈഡും കിട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ടൈം ആയിട്ടുണ്ട്. ലൈറ്റിങ്ങിന്റെ ഒരു പ്രത്യേക ഭംഗി, ഒരു എന്താ പറയാ, ഒരു ഗോൾഡൻ അവർ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ, ഒരു ടൈം ആണിത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പം കറക്റ്റ് ആസ്വദിക്കാൻ പറ്റിയ, വെയിലൊക്കെ താന്ന് അല്ലേ കുറച്ച് കാറ്റുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സമയമാണ് നമുക്കിവിടെ. കൊള്ളാവുന്നൊരു അടിപൊളി വീടാണ് കേട്ടോ. സഹോദരന്മാർക്ക് വളരെ കൺസെപ്റ്റായിട്ട് അവർ വേർപിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഐഡിയ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നിച്ചൊരു വീട് മുകളിലും താഴെയായിട്ട് ഗംഭീരമായിട്ടുണ്ട്. വോയേജ് ആർക്കിടെക്ട്സിന്റെ ഡിസൈനർ മെജോ കുര്യൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, വോയേജ് ആർക്കിടെക്ട്സിന്റെ അല്ലേ? ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്യണം. പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരാം. മെജോ ബൈ ഒരു ബൈ പറഞ്ഞു. ബൈ. താങ്ക് യു. ബൈ.